റോങ്കുട്ടാ 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 5 ഓക്കേ റോങ്കുട്ടാ 5 ഓക്കേ ഇന്ന് സ്കൂളിൽ പോണം നമുക്ക് ദേ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ 7:30 ആയി 5 ഓക്കേ ഓക്കേ യെസ് ഓക്കേ ആരോ ഓ എന്റെ അരുട്ടി ചേട്ടനെ കൊണ്ടുവിടാൻ പോണ്ടേ നമുക്ക് ആരോ 5 ഓക്കേ ആരോ 5 ഓക്കേ ആരോ അരുമാ അരുപണേ 5 ഓക്കേ റോണു 5 ട്ടാ റോണുകുട്ടാ റോണു 5 ഡൺ വേക്കപ്പ് വേക്കപ്പ് 7:45 ആയി മോനെ ബായോ അയ്യോ 2 മാസം എന്റെ കൊച്ച് 10 മണി 11 മണി വരെ കിടന്നുറങ്ങിയിട്ട് കൂട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുട്ടി 5 ഡൺ ബായോ ബായോ നീ ചേട്ടനെ കൊണ്ടുവിടാൻ പോണ്ടേ സ്കൂളില് ചേട്ടനെ സ്കൂളിൽ കൊണ്ടുവിടണ്ടേ ഇല്ലപ്പാ എന്റെ കുഞ്ഞാപ്പിനെ എടുക്കല്ലപ്പാ ഓക്കെ രാവിലെ എഴുന്നേൽപ്പിക്കാൻ കഷ്ടപ്പെടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. അവനെ വിളിച്ചപ്പോൾ തന്നെ റോങ്ങണ്ണ എഴുന്നേറ്റു കേട്ടോ. നേരെ എഴുന്നേറ്റ് അവൻ്റെ റുട്ടീനായ വാഷ്റൂമിൽ പോയി ഫ്രഷായി കഴിഞ്ഞ് നേരെ വന്ന് എനിക്കൊരു ഹഗ്ഗൊക്കെ തന്നിട്ട് ഈശോ വരയ്ക്കാൻ പോയി. നമ്മളിവിടെ ഈശോ വരയ്ക്കാന്നാണ് പറയുക പ്രാർത്ഥിക്കുന്നതിന് റോങ്കുട്ടനോടും അരൂട്ടിയോടും. അപ്പോൾ അവൻ നേരെ അവൻ്റെ ഈശോ വരച്ചു. കുറച്ച് പ്രാർത്ഥനകൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതൊക്കെ കാണാപ്പാടെ പറയാം കേട്ടോ. അപ്പോൾ അവൻ അതെല്ലാം പ്രാർത്ഥിച്ചു. നേരെ ഫുഡ് കഴിക്കാൻ വന്നു. സ്കൂളിൽ പോകുമ്പോൾ പൊതുവേ ഞാൻ സീരിയൽ മിൽക്കാണ് കൊടുക്കാറ്. അതാകുമ്പോൾ രാവിലെ അവർ തന്നെ കഴിക്കുകയും ചെയ്തോളും, ഫാസ്റ്റായിട്ട് കഴിച്ചോളും. ഔദ്യോഗിക ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവരെന്തായാലും ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് നേരെ റെഡിയായി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഗ്രേഡ് 3ലേക്ക് റോങ്കുട്ടനെ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റോങ്കുട്ടൻ ഓൾ സെറ്റാണ്. അയറും ഉണ്ട് ഞങ്ങളുടെ കൂടെ ചേട്ടനെ ആക്കാൻ. അല്ല അയറു ആണെന്ന് ചേട്ടനെ സോക്സ് ഒക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്തത്. ചേട്ടയുടെ കാല് മുറിഞ്ഞിരിക്കണോണ്ട് ബെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയറൂട്ടിയാണെന്ന് സോക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ചേട്ടനെ എനർജറ്റിക് ആക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള റോണ് തന്നെ ചെയ്തോളും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സ്കൂളിലെത്തിയിട്ട് കാണാം. ഇവിടുന്ന് 4 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് സ്കൂളിലേക്ക്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുവിടാൻ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൽ പാർക്ക് ചെയ്തു ഇറങ്ങി നടക്കുവാണ്. പപ്പയാണ് കേട്ടോ പിടിച്ചു കൊടുക്കണം. ബാഗ് ഭയങ്കര ഹെവി വെയിറ്റ് ആയതുകൊണ്ട് റോണിതാ നടക്കണു. അയറും പോകുന്നു. സ്കൂളിൽ വീഡിയോ നമുക്ക് അങ്ങനെ അലൗഡ് അല്ല. കാരണം ഇവിടെയൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യാലിറ്റി അത് ഇത് മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സ്കൂളിൽ വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല. പക്ഷെ പുറത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. അകത്തേക്ക് മറ്റുള്ള പിള്ളേരെ ഒന്നും കാണിക്കാൻ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് കയറുന്ന ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അവിടെ ഫോൺ മീൻസ് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് ജസ്റ്റ് പുറത്ത് അവൻ നിൽക്കുന്ന ഡോറിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കണം. അറിയില്ല, കുട്ടികളുണ്ടെങ്കിൽ സമ്മതിക്കാൻ വഴിയില്ല. പക്ഷെ നമുക്ക് ആ കയറുന്ന വരെ കാണാം കേട്ടോ. ഇവിടെയല്ലേ അവന് ബാഗ് കൊടുക്ക്. അവന്റെ ബാഗ് മേടിക്ക്. look. Yeah, same door. Hi, Rono. Here you go, is your back. അങ്ങനെ ഞങ്ങൾ ഗ്രേഡ് 3യുടെ ഡോറിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ 8:43ക്കാണ് കേട്ടോ ഫസ്റ്റ് ബെല്ല് അടിച്ച് കഴിയുമ്പോൾ തന്നെ അവർ ലൈനപ്പ് ചെയ്ത് 8:43യുടെ ഫസ്റ്റ് ബെല്ല് അടിച്ചപ്പോൾ ഇനിയിപ്പോൾ അവർ ലൈനപ്പ് ചെയ്തിട്ട് നേരെ കയറി പോകും. ടീച്ചർ വന്ന് പിക്ക് ചെയ്യവരെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ റോങ്കുട്ടൻ ഗ്രേഡ് 3യിലേക്ക് പോകാൻ. ബൈ റോഡോ.
എൻജോയ്. ഓക്കെ, ഓക്കെ. ടീച്ചർ പറഞ്ഞൊക്കെ ലിസൺ ചെയ്യണം കേട്ടോ. ഫൈറ്റ് ചെയ്തിട്ട് ആരുമായിട്ട് കൂട്ടായിട്ടിരിക്കണം കേട്ടോ എല്ലാവരോടും. നിക്കോളസ് ഉണ്ട് കൂടെ. അപ്പൊ നിക്കോളസ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിക്കോളസ് ഈ വർഷം നിക്കോളസ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതിന്റെ കൂടെ ഉണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ് ആശാൻ. എന്തായാലും പോയി എൻജോയ് ചെയ്തിട്ട് വായോ കേട്ടോ. വൈകിട്ട് വരുമ്പോൾ വിശേഷങ്ങൾ പറയണേ അമ്മയുടെ. ഓക്കെ അമ്മയുടെ. അങ്ങനെ ഞങ്ങൾ ഇതാ റോങ്കുട്ടനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി ഡ്രോപ്പ് ചെയ്തിട്ട് റോയിച്ചിൻ്റെ ജോലിക്ക് പോകും. ഞാനും ഇനി എൻ്റെ കുഞ്ഞിപ്പെണ്ണുകൂടെയാണ് ഈ വീട്ടിൽ ഇന്ന് വൈകിട്ട് വരെ ഇരിക്കണേ. 3:30 അവനെ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ അറിയാം ഇന്നത്തെ അവൻ്റെ ഗ്രേഡ് 3യുടെ വിശേഷങ്ങൾ, ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും വൈകിട്ട് ഞാൻ വരുമ്പോൾ കാണാം കേട്ടോ. ബൈ. ഞങ്ങളിതാ വൈകുന്നേരം 3:30 റോണുവിനെ പിക്ക് ചെയ്യാൻ വരും കേട്ടോ. ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണുങ്ങളുടെ റോയിച്ചും ജോലിക്ക് പോയി. അപ്പോൾ ഞങ്ങളിതാ റോണുവിനെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ കടന്നു പോയി കഴിച്ച്. ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി സമയം കളഞ്ഞു. ഈ വീട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാവും എനിക്ക്. എന്താണെന്നറിയില്ല, എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ആഫ്റ്റർ 2 months എൻ്റെ റോണും രാവിലെ മുതൽ വൈകിട്ട് വരെ പോയിട്ടാണ്. ഇവിടെ 3:25 വരെയാണ് സ്കൂള്. അപ്പോൾ ഇപ്പോൾ 3:25 ബെല്ലടിച്ചിട്ടുണ്ട്. പോയി പിക്ക് ചെയ്യട്ടെ. പിക്ക് ചെയ്തിട്ട് വന്നിട്ട് വിശേഷങ്ങൾ പറയാട്ടോ. അങ്ങനെ എൻ്റെ കൊച്ചിനെ കിട്ടിയേന്ന് അമ്മയ്ക്ക് ഒത്തിരി മിസ് ചെയ്തൂടാ. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? ഗുഡ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് എത്തി. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. റോങ്കുട്ടൻ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്തായിരുന്നു ഇന്നത്തെ ഫുൾ ഡേ എന്നുള്ളത് റോണു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ റോണു പറഞ്ഞു നിങ്ങളുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. അല്ലേ റോങ്കുട്ടൻ? റോങ്കുട്ടൻ ടീച്ചറിൻ്റെ പേരെന്താ? മിസ് കെ എന്നാണ് വിളിക്കുക. ഇവിടെ എല്ലാം മിസ് കൂട്ടിയിട്ടാണ് കേട്ടോ വിളിക്കുക. അപ്പം മിസ് കെ എന്നാണ് ഇവൻ്റെ ടീച്ചറിൻ്റെ പേര്. എന്താ ഒരു അജണ്ട ബുക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അജണ്ടയിൽ ഇങ്ങനെ എല്ലാ ദിവസവും എഴുതി വിടും. എന്തൊക്കെയാണ് എഴുതി വിടും എന്നല്ല, പിള്ളേരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും. അവരുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഇത് ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഹോംവർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു വിടും. അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ എഴുതി കൊടുത്ത് വിട്ടിരിക്കുന്നത് വാട്ട് ഡിഡ് ഐ ലേൺ അബൌട്ട് മൈ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ് എന്നാണ് കേട്ടോ. ടീച്ചറിൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞല്ലോ, അതാണ് ടീച്ചറിനെ പറ്റി ലേൺ ചെയ്തത് അല്ലേ? ഇനി ക്ലാസ്മേറ്റ്സ് ആരൊക്കെയാ? എല്ലാവരെയും ഒന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരാണ് കേട്ടോ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിക്കോളസ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ഉള്ളതാണ്. ഹീസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം കിൻഡർ ഗാർഡനിലാണ് അവർ ഒന്നിച്ച് പഠിച്ചത്. പിന്നെ നിക്കോളസ് വേറെ ക്ലാസ്സിലും ഇവൻ വേറെ ക്ലാസ്സിലുമായിരുന്നു. പക്ഷെ സ്റ്റിൽ അവർ ഒരുമിച്ചായിരുന്നു പ്ലേ ടൈമും അതും ഇതുമൊക്കെ. ഇപ്പോൾ തിരിച്ച് 3ാം ക്ലാസ്സിൽ വെച്ച് വീണ്ടും അവർ ഒന്നിച്ചായി. അതിൻ്റെ സന്തോഷമാണ് 2 പേർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് കണ്ടു അവരെ. പിന്നെ ലൈഡൻ അല്ലേ? ലൈഡനുമാണ് കേട്ടോ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ടാഗ് കളിക്കുന്നു, എല്ലാം അവരുടെ കൂടെയാണ് ഫുൾ ടൈം. അപ്പോൾ അതിൽ റോണു ഭയങ്കര ഹാപ്പിയാണ്. റോണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരും ഇപ്രാവശ്യം റോണുവിൻ്റെ ക്ലാസ്സിലുള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ ഇവൻ്റെ റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ഇത് റോങ്കുട്ടൻ്റെ വീഡിയോ ആണ്. റോങ്കുട്ടൻ്റെ സ്പെഷ്യൽ ഡേയുടെ വീഡിയോ ആണല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ like, share, subscribe. Thank you so much for watching. Bye.